ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹീതമാകുന്ന വലിയ നോമ്പ് ഭവന കൂട്ടായ്മയുടെ ഈ കടസി രാത്രിയിൽ നിങ്ങളോടൊപ്പം ദൈവവചനത്തിൽ നിന്ന് സംവദിപ്പാൻ ലഭിച്ചതായ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹീതമാകുന്ന ഈ നോമ്പിനോടനുബന്ധിച്ചുള്ള ഈ ഭവന കൂട്ടായ്മയിൽ അനുഗ്രഹീത നേതൃത്വം നൽകുന്ന സെന്റ് മേരീസ് കരുവാറ്റ ഇടവകയുടെ വികാരി, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള റവറന്റ് ഫാദർ ഷിജു ബേബി അച്ഛൻ, സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അനുഗ്രഹീതനായ പട്ടക്കാരൻ റവറന്റ് കെ ഈശോ അച്ഛൻ, ഈ സന്ധ്യയിൽ ആത്മാവിന് തണുപ്പ് പകർന്ന ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘ അംഗങ്ങളെ, ഇടവകയുടെ ചുമതലക്കാരെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ കമ്മിറ്റി അംഗങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ള ഇട്ടിസാറ്, അങ്ങനെ നിരവധി അനവധി പ്രിയപ്പെട്ടവർ എൻ്റെ മുൻപിലുണ്ട്. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ഈ സന്ധ്യയിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ സമ്മിശ്ര വികാരങ്ങളുമായി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അടുത്ത ഒരു മണിക്കൂർ നിങ്ങൾ എന്നെ നോക്കി ഇരിക്കണം. നമുക്ക് മലയാളിക്ക് ഒരു കുഴപ്പമുണ്ട്, എതിലേക്കൂടെങ്കിലും ഒരു ഇല അനങ്ങിയാൽ മതി, എല്ലാവരും കൂടെ പിന്നെ അങ്ങോട്ട് നോക്കി ഇരിക്കും. അവരെ പിന്നെ ഇരുത്താതെ നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. അവർ ഇരുന്നോ, എന്തോ അമ്മ ഇരുന്നോ, എല്ലാം നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഒരു മണിക്കൂർ നിങ്ങൾ എന്നിലേക്ക് ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷത്തോടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ ഇല്ലായ്മകളിലും ഒക്കെ എന്നോട് ചേർന്ന് നിന്ന പ്രിയപ്പെട്ട അച്ചമ്മച്ചാനും ജാൻസി ടീച്ചറിൻ്റെയും കുടുംബം വളരെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അതുമാത്രമല്ല, എൻ്റെ സ്വന്തക്കാർ, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ബിനിയും ഹസ്ബൻഡും ഒക്കെ, കുഞ്ഞുങ്ങളൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അതൊക്കെ എനിക്ക് സന്തോഷത്തിന്റെ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നതാണ്. ലോകമെമ്പാടും ഈ സന്ദേശം ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ ഉണ്ട്. എൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഞാനൊരു കഥ പറയാം. പരിശുദ്ധ നോമ്പിലൂടെയാണല്ലോ നമ്മളൊക്കെ കടന്നു പോകുന്നത്. തീവ്രമായ അനുഭവങ്ങളിലൂടെയും ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ തീവ്രത കൂടുകയാണ്. 34ാമത്തെ ദിവസമാണല്ലോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, വല്ല മാറ്റമുണ്ടോ? നോമ്പിന്റെ ഒന്നാം കാനാറ്റു കാൽവറി, കാനാവിൽ തുടങ്ങിയ ആ ദിവസം മുതൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഈ 34ാമത്തെ ദിവസം വന്നിരിക്കുമ്പോഴും നമുക്ക് വല്ല മാറ്റവും ഉണ്ടോ എന്നുള്ളത്. നോമ്പ് ഉള്ളിലേക്ക് നോക്കുന്ന സമയമാണ്. അവരനിലേക്കല്ല, ഉള്ളിലേക്ക് നോക്കേണ്ട കാലമാണ് നോമ്പുകാലം. സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്ന കാലമാണ് നോമ്പുകാലം. സഭ പൂക്കുന്ന കാലമാണ് നോമ്പുകാലം. അത് നാം ഓരോരുത്തരും മറന്നു പോകരുത്. ഇന്ന് സന്ധ്യയിൽ അവരിലേക്കല്ല നോട്ടം, മറിച്ച് ദൈവമേ എന്റെ ഉള്ളിലേക്ക്, ഉള്ളിന്റെ ഉള്ളിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും നോക്കണം എന്നുള്ളതാണ്. ആ ഉള്ളിന്റെ ഉള്ളനുഭവങ്ങൾ തേടുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അർത്ഥം. കഥ ഇങ്ങനെ തുടങ്ങിയാണ്. റോഡ് സൈഡിലുള്ള മനോഹരമായ ഒരു ദൈവാലയം
നല്ല മനോഹരമായ ഒരു ദൈവാലയം ഒരു റോഡിന്റെ വക്കിൽ ഇങ്ങനെ വർഷങ്ങളായി സ്ഥിതി ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഏത് വാഹനങ്ങൾ വന്നാലും അവിടെ ആക്സിഡന്റ് ആവാറുണ്ട്. ആ ദൈവാലയത്തിന്റെ അടുക്കലെത്തുമ്പോൾ ആ വാഹനങ്ങൾ ഒന്നുകിൽ മിക്കവാറും ആക്സിഡന്റ് ആവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായ ആക്സിഡന്റ് അവിടെ നടന്നപ്പോൾ ആ ഇടവകയിലെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ഒരു കമ്മിറ്റി കൂടി. ഒരു പറഞ്ഞു, അച്ഛാ, ഇവിടെ മിക്കവാറും ആക്സിഡന്റ് നടക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഈ കമ്മിറ്റിയിലെ ഒരാൾ പറഞ്ഞു, ഇവിടെ അങ്ങ് ആക്സിഡന്റ് നടക്കുകയാണ്, പെട്ടെന്ന് ആക്സിഡന്റ് പറ്റിയ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഈ ആംബുലൻസ് ഒക്കെ വരാനായിട്ട് ഒരു സമയം എടുക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പള്ളി വക ഒരു ആംബുലൻസ് വാങ്ങാമെന്ന്. ആള് പറഞ്ഞ് നല്ല കാര്യം, കാരണം നമ്മുടെ പള്ളിക്കുറ്റത്ത് ഇത് കിടക്കുകയും 2 പേർക്ക് ജോലിയാവും. അപ്പൊ അവര് പറഞ്ഞു, ശരി, നമുക്കൊരു ആംബുലൻസ് വാങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം പെട്ടെന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമോ. അപ്പൊ അത് കേട്ടോണ്ടിരുന്ന കുന്നുമേലെ അവറാച്ചൻ പറഞ്ഞു, ആംബുലൻസ് എന്തായിരുന്നാലും ഈ അപകടം പറ്റുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരു കലാപരിപാടിയുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്കൊരു കൊച്ചു ക്ലിനിക്ക് തുടങ്ങിയ നമുക്ക് ഈ പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഇയാളെ സാവകാശം ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. സിംഗപ്പൂരിലായ തോമാച്ചൻ പറഞ്ഞു, ക്ലിനിക്ക് ഒന്ന് തുടങ്ങിയാണെങ്കിൽ നിങ്ങൾ ഈ സാധാ ക്ലിനിക്ക് എന്നുള്ളത് ഒരു മൾട്ടി നാഷണൽ എല്ലാ സൗകര്യമുള്ള സ്കാനിങ്ങും എല്ലാ സൗകര്യങ്ങളും ഒരു ഹോസ്പിറ്റൽ തുടങ്ങാമെങ്കിൽ ഞാൻ എന്റെ വക ഒരു 10 ലക്ഷം രൂപ ഇപ്പൊ ഇരിക്കുന്നത് പുള്ളി മോഹൻ. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന അങ്ങേ അറ്റത്തിരുന്ന ഒരു അച്ചായൻ ഒന്ന് എഴുന്നേറ്റു. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തോ ഇനി പറയാനുള്ള ഈ അച്ചായൻ പറഞ്ഞു, ഇതിനേക്കാളും എളുപ്പൊരു വഴിയുണ്ട്. അതാണ് ഇന്നത്തെ ധ്യാനം. ഇതിനേക്കാളും എളുപ്പൊരു വഴിയുണ്ട്. ഇത് ആക്സിഡന്റ് നടക്കാനുള്ള കാരണം നമ്മുടെ ആ മതിലുണ്ടല്ലോ, ആ മതിലിന്റെ മൂല സകലവും ഇടിച്ചു കൊടുത്താൽ ഈ ആക്സിഡന്റ് എല്ലാം ഒഴിവാകും. നോമ്പ് ആ ചെറിയ മതിലൊന്ന് ഇടിച്ചു കൊടുത്താൽ, നമ്മളിങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന മതിലുണ്ടല്ലോ, നമ്മളൊക്കെ വലിയ ഭംഗിയായി സൂക്ഷിച്ച മതിലുണ്ടല്ലോ, സഹോദരന് വേണ്ടി ആ മതിലൊന്ന് ഇടിച്ചാൽ തീരാവുന്ന പ്രശ്നം. നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതം, നോമ്പിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ പ്രൈഡായിട്ട് കാണുന്നതൊക്കെ നോമ്പ് കാലത്ത് നോമ്പുകാര നീ ഇടിച്ചു കളഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിന് ഏറ്റവും ധന്യമാകും എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലം, നിങ്ങൾ പേടിക്കണ്ട, എന്നെ അറിയാമല്ലോ, കൃത്യസമയത്ത് നിർത്തുന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്ത് ഒരു മാസിക വായിച്ചു, ആധുനിക വിശ്വാസി എന്ന തലക്കെട്ടിൽ 25 ആധുനിക വിശ്വാസിയെ കുറിച്ച് 25 കാര്യങ്ങൾ ആ മാസികയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറയാൻ സമയമില്ല, 5 എണ്ണം പറയാം. ഇനി അടുത്ത 5 എണ്ണം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി വരുമ്പോൾ 5 എണ്ണം പിന്നെ പറയാം. ആ തലക്കെട്ടിൽ ആ മാസിക എഴുതിയിരിക്കുന്നു, ഒരു ആധുനിക ക്രൈസ്തവൻ ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ആ ലൈറ്റ് അല്ല, പണ്ടത്തെ എവറടിയുടെ വലിയ നീളമുള്ള 7 ബാറ്ററി ഇടുന്ന ഒരു ടോർച്ച് നമ്മുടെ എല്ലാവർക്കും അറിയാം, ഇല്ലേ? കണ്ടിട്ടില്ലേ? അത് ആ ടോർച്ച് പോലെയാണ് ആധുനിക ക്രൈസ്തവൻ. എന്താ അതിന്റെ പ്രത്യേകത അറിയാമോ? ആദ്യം ബാറ്ററി അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് അടിയടിച്ചാൽ നമുക്ക് അടൂര് നമ്മുടെ പള്ളിയുടെ കുളം വരെ തൂവെ കാണാനായിട്ട് പറ്റും. പക്ഷെ ഒരു മാസം കഴിയുമ്പം അടിച്ച അത്ര പവർ ഇല്ല. പിന്നെ ഒരു 6 മാസം കഴിയുമ്പോൾ അടിച്ചു നോക്കിയ വല്ലപ്പോഴും ഒക്കെ ഒന്ന് മിന്നും. ഇത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് മിന്നുന്ന ഒരു സ്വഭാവമാണ്. ചിലരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു നല്ല വെട്ട ഒന്നാളും പിന്നെ അതേപോലെ നിൽക്കും. ആധുനിക ക്രൈസ്തവൻ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ആധുനിക ക്രൈസ്തവൻ റബ്ബർ ബോൾ പോലെ. റബ്ബർ ബോൾ, മക്കളെ, റബ്ബർ ബോൾ
എന്തായി ഇയാൾ ഇവിടെ കാണിയല്ല, പിന്നെ എവിടെ നോക്കണം? വേറെ സ്ഥലത്ത് നോക്കണം. ഇവിടോട്ട് ഇട്ടാൽ പുള്ളി ഇവിടെ ഒന്നും പിന്നെ കാണത്തില്ല. പിന്നെ അത് വേറെ സ്ഥലത്തായിരിക്കും ഇത് നമ്മൾ കണ്ടെത്തേണ്ടത്. എവിടെ ഇട്ടോ അവിടെ കാണത്തില്ല. കാരണം നാക്കെടുത്താൽ നല്ല കാര്യം പറയത്തില്ല, കളവെന്നേ പറയും. ഒരുങ്ങി റെഡിയായി കുളിച്ച് പൗഡർ ഇട്ടിട്ട് അച്ചായനോട് നമ്മുടെ ചിരി ബേബി വെച്ചിട്ട്, അച്ചായ എവിടെ പോന്നു? ഓ ചുമ്മാ. പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു സത്യസന്ധതയില്ല. ഇവിടെ പറഞ്ഞാൽ അവിടെ ആയിരിക്കും. ഇദ്ദേഹത്തെ അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പോകും. മൂന്നാമത് സെൽഫി ഇല്ലാത്ത കാർ പോലെയാണ്. അതിന്റെ പ്രത്യേകത പണ്ട് അംബാസിഡറൊക്കെ ഓടിച്ചിരിക്കുന്നവർക്ക് നല്ല അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഇവൻ നിൽക്കും, അപ്പം പറയും ഇറങ്ങി തള്ള. ചിലരെയൊക്കെ തള്ളിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? ആ പ്രാർത്ഥനയ്ക്ക് വാ അമ്മാമേ, പ്രാർത്ഥനയ്ക്ക് വാ അമ്മാമേ. നമ്മൾ തള്ളിക്കൊണ്ട് പോകണം. നമ്മളെ തള്ളി നിന്നാൽ പിന്നെ അമ്മാമ അവിടെ കിടക്കും, പിന്നെ വരത്തേയില്ല. സെൽഫ് ഇല്ലാത്ത മറ്റൊന്നുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. തക്കാളി പോലെ എന്നാ പറഞ്ഞ, കണ്ടാ എന്തോ ഒരു സൗന്ദര്യമാണ്. തുടുതുടാന്നിരിക്കുക, മുറിച്ച് നോക്കുമ്പോഴറിയാകം മൊത്തം അഴിഞ്ഞിരിക്കുക. ആധുനിക ക്രൈസ്തവനെ കുറിച്ച് ആ മാസികയിൽ അങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് എനിക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇന്നത്തെ ധ്യാനത്തിനും പഠനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 22, 23, 24 ദൈവ വചനമാണ്. അതിൽ 22, 23 നിങ്ങളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒരാൾ ഉറക്കെ ഒന്ന് വായിച്ചാൽ നല്ലത്. നീരുറവിനരികെ അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. തലകുനിക്കാൻ കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച നല്ല ആത്മീക കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ വിചിന്തനങ്ങളും ഞങ്ങളുടെ മനനങ്ങളും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ഞങ്ങൾ കടന്നു വന്ന ഈ വാത്സല്യ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ വയ്ക്കുന്നു. ഭാരത്തോടും സങ്കടത്തോടും വേദനയോടും നെടുവീർപ്പോടും ആകുലതയോടും ആവലാതിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ നോമ്പ് നോറ്റു വന്ന പ്രിയപ്പെട്ടവർ, അമ്പുരാനെ, അവരുടെ പ്രാർത്ഥനകളും അവരുടെ യാതനകളും ദൈവസന്നിധിയിൽ അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾ അണയ്ക്കുന്ന പ്രാർത്ഥനകൾ അങ്ങയ്ക്ക് പ്രസാദകരവും ധൂപമായി മാറട്ടെ. നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ വൈദിക ശ്രേഷ്ഠരെ അനുഗ്രഹിക്കണമേ. ഈ സന്ധിയിൽ ഈ മുറ്റത്ത് ഒരുമിച്ച് ശാന്തതയോടിരിപ്പാൻ നീ കൃപ ചെയ്തല്ലോ. മഹത്വം അവിടുന്ന് എടുക്കണം, സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജോസഫ് ഫലപ്രദമായ എൻ പ്രിയനെ പോൽ സുന്ദരനായി പ്രിയനെ പോൽ ആരെയും ഞാനുലകിൽ കാണുന്നില്ല. സുന്ദര മനോഹര പ്രാകൃതരാജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി നീ മണ്ണെ പ്രതി. ജോസഫ് ഫലപ്രദമായ വൃക്ഷം. അപ്പനായ യാക്കോബ് തന്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു സാക്ഷ്യമാണ് എന്റെ മകനായ ജോസഫോ, അവൻ ഫലപ്രദമായ. ഈ നോമ്പുകാലത്ത്
നമ്മെ കുറിച്ച്, എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ജനം, വീട്ടുകാർ, അപ്പൻ, അമ്മ, ഇടവകയിലെ ജനങ്ങൾ എന്തു പറയും, എന്ത് പറയണം? നോമ്പെടുത്ത് നോമ്പുകാരായിരിക്കുന്ന നമ്മളോട് ഈ രാത്രിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. നിന്നെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്? എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്? നമ്മെ കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. തന്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ച് അപ്പനായ യാക്കോബ് പറഞ്ഞൊരു സാക്ഷ്യമാണ്, എന്റെ മകനായ ജോസഫോ അവൻ ഫലപ്രദമായ വൃക്ഷം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം എന്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. നമ്മളുടെ കൈ മർത്തമറിയം സമ്മേളനം നടക്കാറുണ്ട്, സ്ത്രീകളുടെ മീറ്റിംഗ് ഉണ്ടോ? അപ്പൊ അവിടെ ഈ മർത്തമറിയത്തിന്റെ ദിനം വരുമ്പം അവിടെ സാധാരണ അന്ന് പ്രസംഗിക്കുന്നത് ഈ സ്ത്രീകളിൽ സഹോദരിമാരിൽ ആരെങ്കിലും ഒരാളാണ്. സഹോദരിമാര് അപ്പൊ അച്ഛൻ പറഞ്ഞു, അടുത്ത ആഴ്ച നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ഒരു വചന പ്രഘോഷണം നടത്തണം. ഇത് കേട്ടോണ്ട് ഒരമ്മച്ചി പറഞ്ഞു, ഞാൻ നടത്താം അച്ഛ. എല്ലാവർക്കും സന്തോഷമായി, ആരെങ്കിലും ഒരാളെ ഏറ്റല്ലോ. അങ്ങനെ ഈ അമ്മച്ചി വചന പ്രഘോഷണം നടത്തി. ഞങ്ങളുടെ നാട്ടില് ഈ പ്രസംഗിച്ചു കഴിയുമ്പോൾ പിന്നീട് പ്രാർത്ഥനയുണ്ട്. ഈ സഹോദരി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പ്രസംഗം നിർത്തിയത് ഇങ്ങനാണ്, ഉപസംഹരിച്ചത് ഇങ്ങനാണ്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം മികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കീഴിൽ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാള് പ്രാർത്ഥിക്കണം എന്ന്. നിർഭാഗ്യവശാൽ പ്രാർത്ഥിച്ചത് ഈ അമ്മച്ചിയുടെ മരുമോളാണ്. ഈ അമ്മച്ചിയുടെ മരുമോള് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമായ കർത്താവെ, കഴിഞ്ഞ 10-18 കൊല്ലമായിട്ട് ഈ അമ്മ എന്നോട് നല്ല പോരായിരുന്നേ, ഇനി എത്രയും പെട്ടെന്ന് നീതിയുടെ കിരീടം. നമ്മെ കുറിച്ച് മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താ? നോമ്പ് നോക്കുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ നമ്മെ കുറിച്ച്, എന്റെ വീട്ടുകാരുടെ, എന്റെ ഇടവക ജനങ്ങളുടെ സാക്ഷ്യം എന്താ? ജോസഫിനെ കുറിച്ച് അപ്പൻ പറഞ്ഞൊരു സാക്ഷ്യമാണ്: എന്റെ മകനായ ജോസഫോ അവൻ ഫലപ്രദമായ വൃക്ഷം. മനുഷ്യൻ ഒരു വൃക്ഷമാണെങ്കിൽ അത് 3 തരത്തിലാകും. എന്റെ പ്രസംഗ വിഷയം അതല്ല, ആമുഖം പറഞ്ഞ് വേഗതയിൽ പോകാം. ഒന്ന്, നീ ഫലമില്ലാത്ത വൃക്ഷം, അല്ലെങ്കിൽ നീ ഫലമുള്ള വൃക്ഷം, അല്ലെങ്കിൽ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. ഈ 3 കാറ്റഗറിയിൽ ആണ് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ ചിന്തിക്കണം, പ്രസംഗം കഴിയുമ്പോൾ ഞാൻ ഏത് കാറ്റഗറിയിലാണെന്ന്. എന്റെ ഇന്നത്തെ പ്രസംഗം ഫലമുള്ള വൃക്ഷത്തെ കുറിച്ചായതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ കാറ്റഗറി ഫലമില്ലാത്ത വൃക്ഷത്തെ കുറിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. കഴിഞ്ഞ 3 സംവത്സരമായിട്ട് അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ലതാനും. അതുകൊണ്ട് തോട്ടത്തിലെ ഉടയവൻ ഒരു കാര്യം തീരുമാനിച്ചു: ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? ഇതിനെ വെട്ടിക്കളയാൻ തീരുമാനിച്ചു. സഹോദരങ്ങളെ, നിൽക്കുന്ന നിപ്പ് കണ്ട എല്ലാം ഭംഗിയാണ്. ശാഖകളൊക്കെ വളർന്നിട്ടുണ്ട്, ഇലക്കൊഴുപ്പുണ്ട്, കണ്ടാൽ നല്ല പച്ചപ്പ് നിൽക്കുക. പക്ഷേ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് എന്തോ ഇല്ല, ഒരു ഫലവും ഇല്ല. ചിലരുടെയൊക്കെ ഇരിപ്പും നിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിയാൽ നല്ല ആഡംബരമാണ്, ഇലക്കൊഴുപ്പുണ്ട്. ഇപ്പൊ കണ്ടാൽ നല്ലതല്ലേ? നിങ്ങളുടെയൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ പണ്ടും ഇപ്പോഴും ഇന്നും ഒരേപോലെ ഇരിക്കുന്നേ. എന്നാ ചിലരൊക്കെ ഇലക്കൊഴുപ്പ്
വളർന്നിട്ടുണ്ട് അല്ലേ? അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, പഴയ അമ്മാമ്മയുടെ ഫോട്ടോ, നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് നോക്കി, അച്ചാനും അമ്മാമ്മയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വീട്ടിലുണ്ടല്ലേ. എന്നിട്ട് ഇന്ന് അതിനൂടെ ഇപ്പോഴത്തെ കൂടെ ഒരു ഫോട്ടോയും കൂടെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം. ഇലക്കൊഴുപ്പൊക്കെ നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ടല്ലേ, നല്ല വർധനവൊക്കെ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, ശാഖകളൊക്കെ വളർന്നിട്ടുണ്ട്. മക്കളൊക്കെ ജോമോനാണെങ്കിൽ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡും ഒക്കെ പിള്ളേരൊക്കെ പോയി ശാഖകളൊക്കെ വളർന്നു. പക്ഷെ ഒന്നു മാത്രമില്ല, ഉറക്കപ്പറ, ഫലമില്ല. തമ്പുരാൻ പറഞ്ഞു, ഇതിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇതിനെ വെട്ടിക്കളയാൻ തീരുമാനിച്ചു. എന്റെ സഹോദരങ്ങളെ, പലവട്ടം പല പ്രാവശ്യം നമ്മെ വെട്ടിക്കളയാൻ തീരുമാനിച്ചു. പക്ഷേ അതിന്റെ നടുവിൽ ഒരുവൻ ഇടപെടുന്നു. നാഥൻ ഇടപെടുകയാണ്, ഒരു മധ്യസ്ഥ അണയ്ക്കുക. അവൻ പറഞ്ഞു, വെട്ടിക്കളയല്ലേ, ഞാൻ ഇതിന് ചിലതൊക്കെ ചെയ്യട്ടെ. ഞാൻ അതിന് കിളയ്ക്കും, വളമിടും, വെള്ളമൊഴിക്കും. ഒരവസരം കൂടെ അതിന് നൽകാൻ പോകുന്നു. ഈ സന്ധ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവം തമ്പുരാൻ ഒരു കൊല്ലം കൂടെ നമ്മെ നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഫലം കായ്ക്കാൻ. അവൻ നമുക്ക് വേണ്ടി ചിലത് ചെയ്യുന്നു. നമ്മുടെ വേരുകൾ വെട്ടും, അതാണ് നോമ്പ്. ചിലതൊക്കെ ക്രോപ്പ് ചെയ്യും, ചിലതിനൊക്കെ തടമെടുക്കും, ചിലതിനൊക്കെ വളം ലഭിക്കും, ചിലതിനൊക്കെ വെള്ളം ലഭിക്കും. നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, വേര് മുറിയുന്നത് നമുക്ക് സങ്കടമാണ്. തടമെടുക്കുമ്പോൾ നമ്മുടെ പന്ന വേരുകളൊക്കെ പറയും. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, നിനക്ക് വേണ്ടി തടമെടുക്കുമ്പോൾ, നിന്റെ വേരുകൾ പറിക്കാൻ അതിൽ ആയുധം ഉപയോഗിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, വളവിടിയിലും വെള്ളമൊഴിക്കും അതിന്റെ പിറകെ വരുന്നുണ്ട്. തടമെടുത്ത സസ്യത്തിന് മാത്രമേ കർഷകൻ എന്ത് കൊടുക്കുകയുള്ളൂ? വളവും വെള്ളവും കൊടുക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ മരത്തിന്റെ കുറ്റം രണ്ടാണ്. There is two charges against the tree. ഒന്ന്, ഇതിൽ ഫലമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് അതിലും ഗുരുതരമാണ്. എന്താണെന്നറിയാമോ? ഇത് ഫലം കായ്ക്കുന്നത് മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ളതിനെ കൂടി എന്താക്കുന്നു? ഇത് ഫലമില്ലാത്ത അവസ്ഥയിൽ നിർത്തിയ. അങ്ങനെ സാക്ഷ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ പ്രതിസാക്ഷ്യത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുന്നു. ഈ കാലങ്ങളിൽ ആധുനിക ക്രൈസ്തവൻ, നീ ഫലം കായ്ക്കുന്നത് മാത്രമല്ല, നിന്റെ ചുറ്റുവട്ടത്തുള്ളതിനെ കൂടി ഫലമില്ലാതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ തെറ്റ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം ഞാൻ ഫലം കായ്ക്കുന്നത് മാത്രമല്ല, എന്റെ സഹോദരനും കൂടെ ഞാൻ ഇടർച്ചയായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ അത്തിമരം വെട്ടിക്കളഞ്ഞാൽ ഒരു 50 മുന്തിരിയും കൂടെ അധികം നടാം. ഇത് ശരിയല്ലയോ? ഈ പുല്ല് ഇതൊക്കെ മാറാമെങ്കിൽ പ്രതിസന്ധി മാറും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ചുറ്റുവട്ടത്തുള്ളതും കൂടെ ഫലമില്ലാത്ത അവസ്ഥയിൽ മാറുന്നു. തമ്പുരാനെ, ഈ നോമ്പുകാലം ഞാൻ മറ്റുള്ളവർക്ക് ഇടർച്ചയായി മാറുന്നു. ധ്യാനം, അങ്ങനെ ധ്യാനം. രണ്ടാമത്, ഞാൻ മൂന്നാമത് പറഞ്ഞ ഒന്നാണ്, ആകാത്ത ഫലം കായ്ക്കുന്നു. അത് യെശയ്യാ പ്രവചനത്തിലാണ് കിടക്കുന്നത്. 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, എന്റെ പ്രിയതമന് ഒരു തോട്ടമുണ്ടായിരുന്നു കുന്നിന് മുകളിൽ. ഞാൻ അതിന്റെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞു, ഞാൻ അതിന് ചുറ്റും വേലി കെട്ടി, അതിനെ നല്ലൊരു വക മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ചക്കു പിടിച്ചിട്ടു, ഗോപുരം പണിതു. ഈ പുള്ളി കായ്ച്ചു കേട്ടോ. എന്റെ മുഖത്തോട്ട് നോക്കിയേ, പുള്ളി കായ്ച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കായ്ച്ചു, പക്ഷെ കടിച്ചു നോക്കിയപ്പോൾ അതെന്തായിരുന്നു? കാട്ടുമുന്തിരിങ്ങയായിരുന്നു. ചിലരൊക്കെ കായ്ക്കുന്നുണ്ട്, കണ്ട മുന്തിരിങ്ങയുടെ കണക്ക് ഇരിക്കും. പക്ഷെ കടിച്ചു നോക്കുമ്പോഴറിയാം, കായ്ച്ചിട്ട് ഇറക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ നല്ലതുപോലെ കായ്ക്കും, പക്ഷേ നാം മറ്റുള്ളവർക്ക് രുചി പകരുന്നുണ്ടോ, യഥാർത്ഥ മുന്തിരിയായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ,
ആ 2 കാറ്റഗറി വിട്ടിട്ട് ഞാൻ എന്റെ മർമ്മപ്രധാനമായ പ്രസംഗ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞു ജോസഫ് വൃക്ഷമാണെങ്കിൽ അത് 3 തരമാകും. ഫലമില്ലാത്ത വൃക്ഷം, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം, ഫലമുള്ള വൃക്ഷം. ജോസഫ് എന്ന വൃക്ഷം ഫലകരമാക്കാൻ സഹായിച്ച 3 ഘടകങ്ങളെ കുറിച്ച് വേഗതയിൽ ധ്യാനം പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ ഉപസംഹരിക്കുന്നു. ജോസഫ് എന്ന വൃക്ഷം ഫലകരമാകാൻ സഹായിച്ച 3 ഘടകം. നമ്പർ 1 നീരുറവ, നമ്പർ 2 വില്ലാളികൾ, നമ്പർ 3 മതിൽ. നാം വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ധ്യാനം പൂർത്തീകരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ജോസഫ് എന്ന വൃക്ഷം ഫലകരമാകാൻ സഹായിച്ച 3 ഘടകം. 1 വില്ലാളികൾ, 2 നീരുറവ, 3 മതിൽ. അതിൽ ഒന്നാമത്തത് വില്ലാളികൾ. നിങ്ങൾ ഈ 3 കാര്യം ശ്രദ്ധിച്ചാൽ ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഘടകം ഒരെണ്ണേ ഉള്ളൂ. അതെന്തുവാ? നീരുറവ. അത് മാത്രമാണ്. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഒരുവൻ ഫലകരമാകുവാൻ സഹായിക്കാനുള്ള അവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ പ്രതികൂലമായ ഘടകമാണ്, അനുകൂല ഘടകമല്ല. ഒരുവൻ വളരാൻ സഹായിച്ചത് അവന്റെ അനുകൂല ഘടകമല്ല, പ്രതികൂലമായ ഘടകമാണ്. ഇന്ന് രാത്രിയിൽ ഓരോന്നും നമ്മൾക്ക് കൃത്യസമയത്ത് ധ്യാനിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. 1 വില്ലാളികൾ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വില്ലാളികൾ അവനെ വായിച്ചോ എയ്തു, പക്ഷേ അവന്റെ വില്ലൊടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. വില്ലാളികൾ പലവട്ടം അവനെ എയ്തു നോക്കിയെങ്കിലും അവന്റെ വില്ലൊടിക്കുവാൻ അവന് സാധിച്ചില്ല എന്നുള്ളതാണ്. അവന്റെ വില്ല് യാക്കോബിന്റെ വല്ലവന്റെ ഭുജത്താൽ തന്നെ ബലപ്പെട്ടു നിന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജോസഫിനെ ആരൊക്കെയാണ് എയ്തിട്ടുള്ളത്? ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയ സഹനങ്ങളുടെ രാജകുമാരനാണ് ജോസഫ്. വേദപുസ്തകത്തിന്റെ തങ്കലിപികളിൽ ജോസഫ് എന്ന കഥാപാത്രം പഠിക്കുമ്പോൾ ഇത്രയേറെ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കഥാപാത്രമില്ല. നോമ്പുകാലത്തിൽ നോമ്പ് നോറ്റിരിക്കുന്ന സ്നേഹിത, നിന്റെ സഹനങ്ങൾ നിന്നെ തളർത്താനല്ല, നിന്നെ ബലപ്പെടുത്താനാണെന്നുള്ളത് ഈ സന്ധിയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ജോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവനോട് ചോദ്യം ചോദിച്ചാൽ അവൻ പറയുന്ന കണ്ണുനീരോടുള്ള ഒരു വർത്തമാനമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അടിയേറ്റിട്ടുള്ളത് എന്റെ വീട്ടിൽ നിന്നാണ്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും പറയും ശരിയാണെന്ന് പറയും. അപ്പനിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഇത്രമാത്രം അടിയേറ്റിട്ടുള്ള ഒരു വ്യക്തി വേറെ ആരുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് വല്ലാത്ത പ്രതിസന്ധി നേരിട്ട വ്യക്തിയായിരുന്നു ജോസഫ്. പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ ചേട്ടന്മാർ ആടിനെ മേയ്ക്കുന്നവരാണ്. അവർ ഒരിക്കലും ആടിനെ മേയ്ക്കുവാനായിട്ട് അവര് ശേഖേമിലേക്ക് പോയി. കുറെ നാൾ കഴിഞ്ഞിട്ടും ഇവരെ കാണാതിരുന്നപ്പോൾ അപ്പനായ യാക്കോബ് പറഞ്ഞു, മോനെ ജോസഫേ, നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ സഹോദരങ്ങൾ പോയിട്ട് വിവരമൊന്നുമില്ല, നീ അവരുടെ ക്ഷേമം അന്വേഷിച്ച് മടങ്ങി വരണം. സഹോദരങ്ങളെ, ഓർത്തുകൊള്ളണം, ഇത് കേട്ടോണ്ടിരുന്നതായ അമ്മച്ചി പറഞ്ഞു, നീ എന്തായാലും പോകുന്നതല്ലേ, നിന്റെ സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ടതും നിനക്ക് പ്രിയപ്പെട്ടതുമായ അത്തിയട, പാലട, തേനട തുടങ്ങിയ അപ്പ കഷ്ണങ്ങൾ അവനൊരു കുട്ടയിലാക്കി അമ്മച്ചി കൊടുത്തയച്ചു. ഇവരിങ്ങനെ കുട്ടയിൽ തലയിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ അന്വേഷിക്കാൻ പോവുകയാണ്. ശേഖേമിൽ ചെന്നപ്പോൾ അവിടെയില്ല. ആരോ പറഞ്ഞു ദോദാനിലേക്ക് പോയെന്ന്. ദോദാനിലേക്ക് ആ മനുഷ്യൻ നടന്നുപോയി. അവനൊരു സ്വപ്നക്കാരനാണ്. അവനിങ്ങനെ സ്വപ്നം കണ്ട് നടക്കുക. ഞാൻ എന്റെ സഹോദരനെ കാണും, അവൻ ഞങ്ങളെ കെട്ടിപ്പിടിക്കും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, ഞങ്ങൾ സന്തോഷത്തോടെ പിരിയും. ഈ അമ്മ കൊണ്ടുവന്ന രുചിയേറിയ ഭക്ഷണങ്ങൾ കഴിക്കുമെന്ന വിശ്വാസത്തിൽ
സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ മലപ്പൊടിക്കാരന്റെ മലക്കോട്ട പോലെ ഈ സ്വപ്നക്കാരൻ നടന്നുപോയി. ഇന്ന് സന്ധ്യയിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചോദ്യം നിങ്ങളോട്: ആരാണ് ജോസഫിനെ ആദ്യം കണ്ടത്? സഹോദരനാണോ ജോസഫാണോ സഹോദരങ്ങളെ കണ്ടത്? സഹോദരങ്ങളാണ് ജോസഫിനെ കണ്ടത്. ദൂരെ നിന്ന് കണ്ടപ്പോഴേ ചേട്ടന്മാര് പറഞ്ഞു, ദോ വരുന്നു സ്വപ്നക്കാരൻ. അവനെ ഇപ്പോൾ തന്നെ അവന്റെ സ്വപ്നം എന്താക്കുമെന്ന് നമുക്കറിയാം. അവനെ നമുക്ക് പിടിച്ച് അവനെ വധിക്കാമെന്ന് തീരുമാനിക്കുക. എന്നാൽ ഒരുത്തൻ ഇടപെട്ടിട്ട് പറഞ്ഞു, അവനെ കൊല്ലണ്ട, അവന്റെ ജീവന് ഹാനികരമായി ഒന്നും വരുത്തരുത് എന്നുള്ളതാണ്. ഇന്ന് ഈ സന്ധിയിലിരിക്കുന്ന ദൈവജനമേ, ആ പാവപ്പെട്ടവനെ പിടിച്ച് അവന്റെ കൊണ്ടുവന്ന പലഹാരക്കൊട്ട തട്ടിപ്പറിച്ച് അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇട്ടുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ, ഭക്തനായ ജോസഫിന്റെ കണ്ണുനീർ പൊട്ടക്കിണറ്റിൽ വീണു. ഇന്ന് രാത്രി ഒരു ധ്യാനം, ഒരു കൊച്ചു ധ്യാനം നിങ്ങളോട് പറയാം. നിന്നെ ആര് പൊട്ടക്കിണറ്റിലിട്ടാലും അവിടുന്ന് നിന്നെ എടുത്തുയർത്തുന്ന ഒരു ദൈവകൃപയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നീ മാറ്റേ. ഈ ജോസഫിന് ഒരു അങ്കി ഉണ്ടായിരുന്നു, അപ്പൻ തുന്നിക്കൊടുത്ത അങ്കി. ആ അങ്കി വലിച്ചു കീറി അവനെ ഒരു കുഞ്ഞാടിന്റെ രക്തമൊക്കെ പുരട്ടി അവര് കാര്യം റെഡിയാക്കി ആ പൊട്ടക്കിണറ്റിൽ അവനെ ഇടുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, നിങ്ങൾ എന്റെ സന്നിധിയിൽ ഈ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇവിടെ ഇരിക്കുമ്പോൾ, പലരും പലവട്ടം നമ്മളെ പല പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടവരാണ്. രക്ഷപ്പെടുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. പക്ഷേ ഈ ശോധന നാം പാടിയതുപോലെ നമ്മെ തകർക്കാനല്ല, നമ്മെ മുടിപ്പാനല്ല, നമ്മെ നല്ല പൊന്നാക്കി മാറ്റാനാണെന്നുള്ളതാണ് ചിന്ത എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പൊട്ടക്കിണർ ഉപയോഗിക്കുന്നത് എന്ത്? ഇവിടെ എന്തിനാ ഈ പൊട്ടക്കിണർ ഉപയോഗിക്കുന്നത്? എന്തിനാ ആയോ? ആ വേസ്റ്റ് ഇടാനാ. സാധാരണ പൊട്ടക്കിണറിൽ വേസ്റ്റ് ആണ് ഇടുന്നത്. ദുർഗന്ധം വമിക്കുന്ന, നാറ്റം വമിക്കുന്ന പൊട്ടക്കിണറ്റിൽ ഭക്തൻ ഇട്ടു. അവിടെ കിടന്നവൻ കണ്ണുനീരോടെ നിലവിളിക്കുകയാണ്. ഞാൻ ഇന്ന് സന്ധ്യയിൽ അടുത്ത ഒരു കൊച്ചു ധ്യാനിക്കാൻ വേണ്ടി പറയാം. ഭക്തനെ നാറ്റാൻ ആര് തീരുമാനിച്ചാലും നടക്കത്തില്ല. അപ്പോൾ അതുവഴി ഒരു കച്ചവടക്കാർ വരുന്നു, മിഥ്യാന്യ കച്ചവടക്കാർ. അവർ കച്ചവടം ചെയ്യുന്ന സാധനം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സുഗന്ധ വ്യഞ്ജനങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണ്. ഇന്ന് രാത്രിയിൽ അടുത്ത കുഞ്ഞു ധ്യാനം പറയാം. നാറ്റാനായി, തകർക്കാനായി പൊട്ടക്കിണറ്റിലിട്ട ജോസഫിനെ തമ്പുരാൻ അവിടുന്ന് ഉയർത്തി മണക്കുന്നവന്റെ കൂടെ വിട്ടു, സുഗന്ധമുള്ളവന്റെ കൂടെ വിട്ടു. നിങ്ങളൊന്ന് ധ്യാനിച്ച ധ്യാനം. ഭക്തനെ നാറ്റാൻ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി ഇറങ്ങി അവനെ പൊട്ടക്കിണറ്റിൽ നിന്നെടുത്ത് ആരുടെ കൂടെ വിട്ടു? സുഗന്ധ വ്യഞ്ജനം വിൽക്കുന്നവർ. ഈ ചന്ദന ഫാക്ടറിയിൽ പോയാൽ അറിയാം. നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തിരിച്ചിറങ്ങി വരുമ്പോ നമ്മുടെ ദേഹം മുഴുവൻ എന്തോത്തിന്റെ മണമായിരിക്കും? അയ്യോ, ചന്ദനത്തിന്റെ മണമായിരിക്കും. ഭക്തനെ നാറ്റാൻ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ സർവശക്തനായ ദൈവം അവനെ മണക്കുന്നവരുടെ കൂട്ടത്തിൽ വിട്ടു. തമ്പുരാനെ, നീ എത്രയോ നല്ലവനാണ്. നോക്കു നോറ്റു വരുന്ന സ്നേഹിത, നിന്നെ ആര് തകർക്കാൻ തീരുമാനിച്ചാലും സാധിക്കത്തില്ല. കാരണം നിനക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാവരും അവനെ ദ്വേഷിച്ചു, സകല മനുഷ്യരും അവനെ ദ്വേഷിച്ചു. അനേകരുടെ വില്ലാളികൾ അവനെ പലവട്ടം എയ്തു നോക്കിയെങ്കിലും അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു എന്ന് രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, പക്ഷേ എല്ലാവരും അവനെ ദ്വേഷിച്ചെങ്കിലും ഒരിക്കലും ഉപകാരം ചെയ്യാത്ത ഒരാൾ ജോസഫിന് വേണ്ടി ഉപകാരം ചെയ്തു. അതെന്നെ വളരെ അമ്പരപ്പിച്ചതായ ഒരു കാര്യമാണ്. ജോസഫിനെ എല്ലാവരും വെറുത്തു, അവനെ തകർക്കാൻ പലരും നോക്കിയെങ്കിലും ഒരാൾ മാത്രം അവനോട് കരുണ കാണിച്ചു. ഇന്ന് ഈ സന്ധ്യയിൽ ഈ മുറ്റത്തിരിക്കുന്ന ദൈവജനമേ, എല്ലാവരും നിന്നെ വെറുത്തു പോയപ്പോഴും
നിന്നെ കരം പിടിക്കാൻ ഒരുവനെ ദൈവം നിനക്ക് വേണ്ടി അയച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മറക്കരുത്. എനിക്ക് വേണ്ടി ഒരുവനെ അയച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരെയും ദൈവം അയച്ചിട്ടുണ്ട്. നിന്നെ എല്ലാവരും ദ്വേഷിച്ചാലും നിന്നെ ദ്വേഷിക്കാത്ത ഒരുവൻ, അയാൾ ആരോടും കരുണ കാണിക്കത്തില്ല. പക്ഷെ ജോസഫിനോട് കരുണ കാണിച്ചു. നിങ്ങൾക്ക് പറയാമോ അത് ആരാണെന്ന്? കാരാഗ്രഹ പ്രമാണി, ജയിൽ സൂപ്രണ്ട്. ആരോടെങ്കിലും കരുണ കാണിക്കുമോ? ഇല്ല. ഈ ജയിലിൽ പോയിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ അവിടുത്തെ ജോലി ഇതിനോട് ചോദിച്ച് മനസ്സിലാക്കിയത്. നമ്മൾ ജയിലിലോട്ട് കയറുമ്പോ വലതുകാല് വെച്ച് കയറിയ അടി. എന്തിനാണെന്നറിയാം? ഇവിടെ കൂടെ പൊറുക്കാൻ വന്നെയാണ്, അതിനടി. എന്നാൽ ഇടതുകാല് വെച്ച് കയറാൻ നോക്കിയാ ഇവിടെ മുടിപ്പിക്കാൻ വന്നിരിക്കുക, അതിനടി. എന്നാ പിന്നെ രണ്ടു കാലം ചാടിക്കിടക്കാമെന്ന് വെച്ചാ എന്തുകൂടാ സർക്കസ് കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞെങ്കിൽ എങ്ങനെ കയറിയാലും അച്ചായ അടി ഉറപ്പ്. എല്ലാവരും ജോസഫിനോട് കരുണ കാണിച്ചില്ലേലും കരുണ കാണിക്കാത്ത ഒരുവൻ അവന് വേണ്ടി കരുണ കാണിച്ചു. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവജനമേ, എത്രയോ ആളുകൾ നമ്മോട് കരുണ കാണിച്ചു. പലവരും പലവട്ടം ഇത് നോക്കി ജോസഫിനെ തകർക്കാൻ. പക്ഷേ അവനെ തകർക്കുവാൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. ജോസഫ് എന്ന വൃക്ഷം വളരാൻ സഹായിച്ച ഒന്നാമത്തെ ഘടകം വില്ലാളികളാണ്, പ്രതികൂലമാണ്, സഹനമാണ്. ഇന്ന് നമ്മൾ മറക്കരുത്, നമ്മുടെ കർത്താവേറ്റ പങ്കപ്പാടുകൾ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ തമ്പുരാനെ, ഈ സഹനം എനിക്ക് നൽകിയത് എന്നെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ, എന്നെ കൂടുതൽ കരുത്തോടെ ആത്മീയ ജീവിതത്തിൽ നിൽക്കാമെന്നുള്ള തിരിച്ചറിവ് ഈ സന്ധ്യയിൽ നമുക്കുണ്ടാകണം. രണ്ടാമത്തെ ഘടകം നീരുറവയാണ്. ഒരു വൃക്ഷം വളരാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് നീരുറവ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും എന്നൊരു വേഗത, ഇരവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. എന്താണ് നീരുറവ? പരിശുദ്ധ അരൂപിയാണ് പരിശുദ്ധാത്മാവിന്റെ നീരുറവ. ഈ പരിശുദ്ധാത്മാവ് എവിടെല്ലാം ഉണ്ടോ അവിടൊക്കെ നല്ല പച്ചപ്പായിരിക്കും. അമ്മാമേ, എന്തുമായിരിക്കും? നല്ല പച്ച. മുഖത്ത് നോക്കി അറിയാം പരിശുദ്ധാത്മാവുള്ളവനെ. ചിലരുടെയൊക്കെ മുഖം കണ്ട ടോർച്ച് അടിച്ച് നോക്കണം, ചിരിക്കുവാണോ കരയുവാണോ അറിയാമോ? ചിലരെ കണ്ടാൽ അറിയാം. നമ്മൾ നിങ്ങളുടെ ഈ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി. അമ്മാമ്മ ഇപ്പൊ അച്ഛൻ നേരത്തെ പറഞ്ഞ ഗ്യാസിനെ കറി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് രാവിലെ എന്റെ പള്ളിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 അടുക്കള വെച്ചത് നന്നായി അച്ഛ. എന്തോന്ന് നന്നായി? കാരണം എന്താണെന്നറിയാമോ? ഒന്ന് മോഡേൺ കിച്ചണം, കരിയൊന്നും പിടിക്കത്തില്ല. മറ്റേതെന്താണ്? ഈ അടുത്ത കാലത്ത് മെനഞ്ഞാന്ന് ഒരാൾ തെങ്ങിലോട്ട് മേളോട്ട് നോക്കിയിരിക്കും. ഞാൻ ചോദിച്ചു, എന്തു വച്ചായ? അല്ല, ചൂട്ടോ കൊതുമ്പോ മണലോ വീടിന്ന് നോക്കിയിരിക്കുവാണ്. ഇനി എല്ലാരും നോക്കും, യാതൊരു സംശയമില്ല. ഈ നമ്മുടെ ഈ തട്ട് പൊളിപ്പും ഈ തട്ട് ദോശ തിന്നലും എല്ലാ ഹോട്ടലും കൂട്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ഈ ഹൈവേന്ന് അങ്ങോട്ട് പോകുമ്പോ ഏതാണ്ട് 60-65 ഹോട്ടലുണ്ട്. വൈകുന്നേരമായി കഴിയുമ്പോ എന്തോരു ഇടിയാ. ഇത്രയും ഇതിനേക്കാളും അവിടെ ഉണ്ട് അല്ലേ? കുഴിമന്തിയിലൊന്ന് നിൽക്കുമോ, കേറി നിൽക്കുക. എല്ലാം കൂട്ടിച്ച് നമ്മുടെ കംപ്ലീറ്റ് കൂട്ടിച്ച് നീയൊക്കെ വെക്കാൻ വേണ്ടി ആ പഴയ ചൂട്ടും കൊതുമ്പും മണലും. അമ്മാമ്മേ, 2 അടുക്കള ഉണ്ടോ? ഉണ്ട്. ഒന്നേ ഉള്ളൂ. നോക്കാതെ നന്നായി. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം നമ്മൾ എവിടുന്നാ വരുന്നതെന്ന് അല്ലേ? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവുള്ളവരെ കണ്ടാൽ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ഒരു ഭക്തൻ എവിടെ പോയിരുന്നാൽ അവന്റെ കൂടെ സഞ്ചരിക്കുന്നതായ ഒരു പരിശുദ്ധാത്മാവുണ്ട്. അവന്റെ ഇലകൾക്ക് വാട്ടമുണ്ടാകയില്ല. അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കും. ഞാൻ ഈ ഇളയ പുത്രനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഇളയ പുത്രനെ കണ്ടാൽ അറിയാം അവൻ എവിടുന്നാ വരുന്നതെന്ന് അല്ലേ?
അവൻ എവിടുന്നാ വരുന്നത്? ഇളയപുത്രൻ. അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുവൻ ഇളയവൻ സകലതും വിട്ടുപുറക്കി പോയി. ആ ഇളയപുത്രൻ എവിടുന്നാ വരുന്നേന്ന് ഇപ്പം? എവിടുന്നാ? ആ പന്നി. അതാ ആ വാക്കാ ഞാൻ നോക്കാൻ പറഞ്ഞത്. ആ പന്നിക്കൂട്ടിൽ നിന്ന് വന്നവനെ കണ്ടാലറിയാം. ഇന്ന് നമ്മുടെ പിള്ളേരെ കണ്ടാലറിയാം അവൻ എവിടുന്നാ വരുന്നതെന്ന്. പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തൊപ്പിക്കോഴി ഉണ്ടായിരുന്നു, എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ഇവിടുന്ന് മൊത്തം അങ്ങ് എടുത്ത് കളഞ്ഞ് ഇവിടെ പൊക്കി വെച്ചിരിക്കുക. പിന്നെ ചെറുത് മൊത്തം അങ്ങ് എടുത്ത് കളഞ്ഞു ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുക. അവനാണ് കൊയർ ലീഡർ. അവനെ കണ്ടാലറിയാം അവൻ ഏത് വീട്ടിൽ നിന്നാ വരുന്നതെന്ന്. പരിശുദ്ധാത്മാവുള്ളവരെ കണ്ടാലറിയാം. നിന്നെ വളരാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിന്റെ ഭാഷണം, നിന്റെ ഭൂഷണം, നിന്റെ വസ്ത്രങ്ങൾ, അലങ്കാരങ്ങൾ, ഇതൊക്കെ എന്നെ മനസ്സിലാക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗ വിഷയമാണ്. അടിസ്ഥാനങ്ങൾ നന്നാക്കാതെ അലങ്കാരങ്ങൾ തൂക്കിയിട്ടിട്ട് ഒരു കാര്യമില്ല. അടിസ്ഥാനം നന്നാക്കാതെ അലങ്കാരങ്ങൾ തൂക്കിയിട്ടിട്ട് ഒരു കാര്യം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം ഈ കാലങ്ങളിൽ അനുഭവിച്ചറിയണം. പരിശുദ്ധ നോമ്പിലൂടെ യാത്ര ചെയ്യുന്ന നോമ്പുകാരാ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ പ്രാപിച്ചെടുക്കണം എന്നുള്ളതാണ്. എവിടെപ്പോഴാ ഉണ്ടായത്? നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഇപ്പോഴും ആളുകൾ സംശയമാണ്. നമ്മെ മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച നൽവരങ്ങളെ ജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കാലങ്ങളിൽ ജ്വലനം കുറഞ്ഞുപോയി. ഉള്ളതിനെ ജ്വലിപ്പിക്കുവാൻ ഈ കാലങ്ങളിൽ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. പരിശുദ്ധ നോമ്പിലൂടെ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന അനുഗ്രഹ അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭക്തനെ വളരാൻ സഹായിച്ച രണ്ടാമത്തെ ഘടകമാണ് നീരുറവ എന്ന് പറയുന്നത്. അവൻ നിൽക്കുന്നത് ആറ്റരികത്താണ്. അവൻ പച്ചിപ്പ് ഉള്ളവനാണ്. ഒടുവിലത്തതും അവസാനത്തതുമായ ഭാഗം. അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം, സമയം വേഗതയിൽ പോകുന്നല്ലോ. ഒരു ഭക്തനെ വളരാൻ സഹായിച്ച മൂന്നാമത്തെ ഘടകം അത് മതിലാണ്. മതിൽ. നിങ്ങള് അവിടെ എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനാണ്: അതിന്റെ കൊമ്പുകൾ ആ മതിലിന്മേൽ പടരുന്നു. നല്ല ഒരു വ്യാഖ്യാനം പറയാൻ പോകും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. അത് എന്റെ ജീവിതത്തോടും നിങ്ങളുടെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്നതാണ്. ഈ മതില് എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകമല്ല, പ്രതികൂലമാണ്. ഈ വൃക്ഷം കൊണ്ടുവന്ന് നട്ടു. ഒരു കൊച്ചു ചെടിയായി അതിനെ നട്ടതാണ്. ആ ചെടി നോക്കിയപ്പോൾ തന്റെ ചുറ്റും ഭീകരമായ ഒരു മതില് നിൽക്കുക. അവന് വല്ലാത്ത സങ്കടം തോന്നി. ദൈവമേ, ഈ മതിൽ ഇങ്ങനെ നിൽക്കുക എന്നെക്കാളും പൊക്കത്തില്, ഞാൻ എന്ത് ചെയ്യും? തമ്പുരാൻ അവനോട് ഒരു കാര്യം പറഞ്ഞു: നീ പിറകോട്ട് നോക്കരുത്, നീ മുൻപോട്ട് നോക്കരുത്, നീ ഇടത്തോട്ട് നോക്കരുത്, നീ വലത്തോട്ട് നോക്കരുത്, നീ ഉയരത്തിലേക്ക് നോക്കണം. എന്തോ ഞാൻ പറഞ്ഞു? നീ പുറകോട്ട് നോക്കരുത്, നീ മുൻപോട്ട് നോക്കരുത്, നീ ഇടത്തോട്ടും വലത്തോട്ടും നോക്കരുത്, നീ മുകളിലോട്ട് നോക്കണം. പ്രിയപ്പെട്ടവരെ, ആ വൃക്ഷം മുകളിലോട്ട് നോക്കി വളർന്നു. നിങ്ങൾ എന്റെ മുഖത്തോട്ട് നോക്കിയേ. വൃക്ഷം വളരുന്നുണ്ട്, പക്ഷെ മതില് വളരുന്നു ഇല്ല. മതില് വളരുന്നില്ല. വൃക്ഷം ഉയരത്തിലേക്ക് നോക്കി വളർന്നു. നമുക്ക് നോക്കാൻ ഒരേ ഒരിടം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച തമ്പുരാനെ മാത്രം, യഹോവയെ മാത്രം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ സഹോദരങ്ങളെ, നോമ്പ് എന്ന് പറയുന്നത് ഉയരത്തിലേക്ക് നോക്കാനാണ്. പാതി നോമ്പിന്റെ സമയത്ത് ദൈവാലയത്തിന്റെ മധ്യത്തിൽ
നമ്മളൊരു കുരിശ് നാട്ടി നമുക്ക് നോക്കാൻ ഒരു ഇടമുണ്ട്. കാൽവറിയിലേക്ക്, ആ കുരിശിലേക്ക് നമ്മൾ ധ്യാനിക്കുന്ന ദിവസമാണ് പരിശുദ്ധ നോമ്പ്. നോമ്പിൽ നമുക്ക് നോക്കാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന നാഥനിലേക്ക് നോട്ടം. ഇനി നിങ്ങൾ എന്റെ മുഖത്തോട്ട് ശ്രദ്ധിച്ചേ. പക്ഷെ നമ്മുടെ നോട്ടം ഇപ്പൊ എപ്പോഴും അയൽവക്കാരിലോട്ട്. നമ്മുടെ നോട്ടം മുകളിലോട്ടൊന്നും അല്ല. എപ്പോഴും നമ്മുടെ കണ്ണ് അപ്പുറത്തെ അമ്മാമ്മയുടെ വീടിന്റെ മുമ്പിലോട്ട് തുറന്നു വെച്ചിരിക്കുക. ഈ പണ്ട് ഈ ജനലിന് കണ്ണാടി ഒന്നും അല്ലായിരുന്നു. നമ്മൾ എന്തുവായിരുന്നു ഇട്ടിരുന്നേ? ആ തടിയായിരുന്നു. നമ്മൾ ബുദ്ധി കൂടിയപ്പോ തടി മാറ്റിയിട്ട് നമ്മൾ അതിന് കണ്ണാടി ഫിറ്റ് ചെയ്തു. ഇപ്പൊ വേറെ പരിപാടിയും കൂടെ ചെയ്തു. ഈ അകത്തുനിന്ന് നോക്കിയ പുറത്തുള്ളത് കാണാൻ പറ്റും. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കിയ അകത്തുനിന്ന് കാണാൻ. ഈ അമ്മാമ്മ ഇതിന്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. ആരൊക്കെയാ വരുന്നത്, എന്തൊക്കെയാ വരുന്നത്. ഞാനൊരു കാര്യം പറയാം. യോന ഉണ്ടല്ലോ, നമ്മൾ ഈ 3 നോമ്പിൽ ധ്യാനിക്കുന്ന യോന, ആ യോന ദീർഘദർശി. ആ ദീർഘദർശിയുടെ ജീവിതം ഒരു കുന്നിന് മുകളിൽ ഇരുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവൻ കൂടെ പൊങ്ങി നോക്കുന്നു. അതാ അവിടുന്ന് തീയും ഗന്ധകവും വരുമെന്ന് പറയുമ്പോൾ ആ ആവണക്കിനെ കുത്തുന്ന പുഴുവിനെ ആരറിയുന്നില്ല? യോന അറിയുന്നില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ നോട്ടം നമ്മിലേക്കും ഉയരങ്ങളിലേക്കുമാകണം, അവരനിലേക്കാകരുത്. നമുക്കെല്ലാം നോട്ടം നാട്ടുകാരുടെ എല്ലാം നമ്മൾ അറിയണം. നമ്മുടെ ആരും അറിയരുതെന്നുള്ള ചിന്തയാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഈ കാലങ്ങളിൽ. അങ്ങനല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. പണ്ട്, ഇപ്പോഴല്ല, പണ്ട് ഈ ജനറേറ്ററും അതുപോലെ തന്നെ ഈ ബാറ്ററിയും ഒന്നും ഇല്ലായിരുന്ന കാലത്ത് കറണ്ട് വരുമ്പം ഇടയ്ക്ക് കറണ്ടൊക്കെ പോകും. ഇപ്പോഴും നമ്മൾ 2 നോട്ടൊക്കെ പോയി. കറണ്ട് പോകുമ്പം അച്ചായൻ അമ്മാമ്മയോട് മോനോട് പറ, മോനെ ചാണ്ടി കുഞ്ഞുഞ്ഞിന്റെ വീട്ടിൽ കറണ്ടുണ്ടോ നോക്കണം. ചാണ്ടി വെളിയിലിറങ്ങും. കുഞ്ഞുഞ്ഞിന്റെ വീട്ടിൽ ഇല്ല അപ്പ. അയ്യോ, അപ്പൻ എന്തോ ഒരു സന്തോഷമാ. എന്റെ വീട്ടിൽ മാത്രമല്ല, കുഞ്ഞുഞ്ഞിന്റെ വീട്ടിലും ഇല്ല. ഇനി കുഞ്ഞുഞ്ഞിന്റെ വീട്ടിൽ കറണ്ടുണ്ടെങ്കിൽ അപ്പൻ കാണിക്കുന്ന പരാക്രമം. ഞാൻ എന്തിനായി പറഞ്ഞെന്നറിയാമോ? നമ്മുടെ നോട്ടം നമ്മിലേക്കും ഉയരങ്ങളിലേക്കുമാകണം. ഈ വൃക്ഷം വളർന്നത് മാത്രമല്ല, അത് മതിലിന് മുകളിലേക്ക് വളർന്നിട്ട് അതിന്റെ കൊമ്പുകൾ എടുത്ത് മതിലിൽ വെച്ചിട്ട് ഇപ്പൊ ഈ വൃക്ഷം റിലാക്സ് ചെയ്ത് കായ്ച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു നന്ദി പറയണം അതിന്. ഒരു കാലത്ത് എനിക്ക് തടസ്സമായി നിന്നവന്റെ തോളിൽ എന്റെ ഭാരം ഇപ്പൊ ഇരിക്കും. നിങ്ങളൊന്ന് ധ്യാനിച്ച് നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്നേ. ഒരു കാലത്ത് നമുക്ക് തടസ്സമായി നിന്നതൊക്കെ ഇന്നത് നമുക്ക് അനുഗ്രഹമെന്ന് മാത്രമല്ല, നമ്മുടെ ഭാരത്തിന്റെ 3/4 പങ്കും താങ്ങുന്നത് ഇപ്പൊ ഏത് പുള്ളിയാ? ഈ മതില. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കത് മനസ്സിലായെന്നാ എന്റെ വിചാരം. ഒരു കാലത്ത് പേടിച്ചു നിന്ന മതിലിന്റെ മുകളിൽ ഈ വൃക്ഷം പടർന്നു കയറിയിട്ട് അതിന്റെ ശിഖരങ്ങൾ എടുത്ത് മതിലിന്റെ മുകളിൽ വെച്ചിട്ട് ഇപ്പൊ ഇയാൾക്ക് ഒരു ഉത്തരവാദിത്വം. ഇയാൾ ഭംഗിയായി റിലാക്സ് ചെയ്ത് കായ്ച്ചുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, മതില് നമ്മെ തളർത്താനല്ല, അത് താങ്ങായി മാറുന്ന ദിനമുണ്ട് എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ പ്രധാനമായും 3 മതിലുകൾ പറയുന്നുണ്ട്. അത് പറഞ്ഞ് അവസാനിക്കും. ഒന്നാമത്തെ മതിൽ ദാവീദിന്റെ മതിലാണ്. സങ്കീർത്തനം 18:29 നമ്മളൊപ്പം എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കണം. എത്ര സുന്ദരമായ വാക്കാണ് ഇത്! ദാവീദിന്റെ മതിലാണ്. ദാവീദിന്റെ മതിൽ ചാടണമെങ്കിൽ അതിനൊരൊറ്റ ഉപാധിയുള്ളൂ: ദൈവത്താൽ ഈ മതിൽ ചാടി കിടക്കാൻ പറ്റും. ചില മതിലിനെ നമ്മൾ ചാടിയാൽ കടക്കാൻ പറ്റും. പരിശുദ്ധ നോമ്പിലൂടെ യാത്ര ചെയ്യുന്ന സ്നേഹിതരെ, ഈ നോമ്പ് ഒരു ചാട്ടമാണ്. ഉയരത്തിലേക്ക് നോക്കുക മാത്രമല്ല, മുമ്പിലുള്ള തടസ്സത്തെ മറികടക്കുവാൻ ഒരു കൃപയോടുള്ള ഒരു ചാട്ടമാണ്.
ദാവീദിന്റെ മതിൽ നമ്മളെ പഠിപ്പിക്കുന്നു, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതില് ചാടിക്കിടക്കുന്നു. രണ്ടാമത്തെ മതില് യോശുവായുടെ മതിലാണ്. യോശുവായുടെ പുസ്തകം നമ്മൾ ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും യെരിഹോ കോട്ടയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് വലിയൊരു കോട്ടയാണ്. അത് ചാടിയാൽ കടക്കത്തില്ല. അത് കടക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. അതിനൊരു ഓർഡർ വേണം, ആരാധന വേണം. വീട്ടിൽ ആരാധന ഉണ്ടെങ്കിൽ ആ മതിൽ ചാടിക്കടക്കാൻ പറ്റും. അവിടെ പുരോഹിതന്മാർ വേണം. നിങ്ങൾ ഉറങ്ങിയോ? ഇല്ല. അവിടെ പുരോഹിതന്മാർ വേണം. അവർ മുൻപേ നടക്കണം. അവിടെ കാഹളമാണ്. അവിടെ ആർപ്പിടണം. എങ്ങനെ ആർപ്പിടണം? ഉച്ചത്തിൽ ഒന്നിച്ചാർപ്പിടണം. ഞാന് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വീട്ടിൽ ആരാധന ഉണ്ടെങ്കിൽ ഈ മതിൽ ഇടിഞ്ഞു വീഴും. നമ്മുടെയൊക്കെ വീടുകളിൽ ആരാധന കുറഞ്ഞു എന്നുള്ളതാണ് ആധുനിക ക്രൈസ്തവന്റെ കുഴപ്പം. നമ്മുടെയൊക്കെ നാട്ടിലും വീട്ടിലും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ 3 നിലയിലാണ്. അപ്പൻ, അമ്മ ഒരു വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ ഒരു ടർക്കി എടുത്തോണ്ട് ഒരു മൂവി ഇരിക്കും, സീരിയലിന് മുമ്പിൽ. അത് കഴിയുമ്പോ അമ്മ ആരാധിക്കുന്നു. അമ്മ മൊത്തവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട്. നമ്മൾ വിചാരിക്കും ഈ അമ്മ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമായിരിക്കും. അതൊന്നുമല്ല, സീരിയൽ കണ്ട അമ്മ കരഞ്ഞു നിലവിളിച്ച ഇരിക്കുന്നേ. അത് കഴിയുമ്പോ അമ്മ അവിടെ ആരാധിക്കും. ജോമോന് മോളിലത്തെ നിലയിൽ അവൻ അവിടെ ആരാധിക്കും. ജോമോൾ അങ്ങേ അറ്റത്തെ മുറിയിൽ ആരാധിക്കും. അപ്പം പിന്നെ സാറേ വരുമ്പോഴേ ആരാധിച്ചോട്ടാ വരുന്നേ. വല്ല മതിൽ ഇടിയും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നിച്ച് ആരാധിക്കണം. അപ്പനും മക്കളും ഒരുമിച്ച് ആരാധിക്കുമ്പോഴാണ് അവിടെ മതിലുകൾ ഇടിച്ചു വീഴുന്നത്. ആരാധനയില്ലാത്ത ജീവിതം, ദൈവമില്ലാത്ത ജീവിതം ഈ ആധുനിക ക്രൈസ്തവൻ വല്ലാതെ ഹേമിക്കുന്നുണ്ട് ഈ കാലങ്ങളിൽ. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം: നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച നോമ്പും ആരാധനകളും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ കരുത്താണ്. ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം. കർത്താവേ, എന്റെ ആത്മീക ജീവിതത്തിൽ ആരാധന കുറഞ്ഞിട്ടുണ്ടോ? ആരാധനയുടെ അനുഭവം മാറി നിന്നിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങൾ ആരാധനയുടെ ഇടങ്ങളായി മാറണം എന്നുള്ളതാണ്. ആരാധനയുടെ അനുഭവക്കാരായി നമ്മൾ മാറണം. ജോസഫ് എന്ന വൃക്ഷം ഫലകരമാക്കാൻ സഹായിച്ച 3 ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വില്ലാളികൾ എന്നുള്ളതാണ്. പലരും പലവട്ടം അവനെ എയ്യുവാൻ നോക്കിയെങ്കിലും അവന്റെ വില്ലിനെ തകർക്കാൻ പറ്റിയില്ല. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ജീവിതം അനുഗ്രഹമായി. 2, നീരുറവയാണ്. ഒരു വൃക്ഷം വളരുവാൻ നീരുറവയുടെ സാന്നിധ്യം അവനെ ബലപ്പെടുത്തുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മുടെ ജീവിതങ്ങൾ കെട്ടുപണി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. 3 മതിലാണ്. ഈ മതിലുകൾ നമ്മെ തകർക്കാനല്ല. അത് എത്ര വലുതായിക്കൊള്ളട്ടെ, നാം വളരണം. നാം ഉയരങ്ങളിലേക്ക് നോക്കി വളർന്ന് ഈ മതിലിന്മേൽ നമ്മുടെ ശാഖകൾ പടരുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാകുന്നത്. ഒറ്റ കാര്യം: ആരാധനയുള്ള കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ആരാധനകളും നോമ്പ് നമസ്കാരങ്ങളും നമുക്ക് കരുത്തു പകരുന്നതാണ്. നമ്മുടെ വീഴ്ചകളെ എഴുന്നേൽപ്പിക്കുന്നതാണ്. നമ്മുടെ താഴ്ചകളെ ഉന്നതങ്ങളിൽ എത്തിച്ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭവനത്തിൽ ചെന്നിട്ട് നിങ്ങളൊരു കൊച്ചു പായ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് നിങ്ങളുടെ മുന്നിൽ വിരിച്ചിടണം. ആ ജോമോനെയും ജോമോളെയും വലിച്ചു താഴെ ഇറക്കണം. അപ്പനും അമ്മയും ഒരുമിച്ചിരിക്കണം. നാം പാടണം. പണ്ട് നമ്മുടെ പിതാക്കന്മാർ പാടിയ, പ്രഭാതത്തിലും യാമങ്ങളിലും പാടിയ ഒരു പാട്ടുണ്ട്. മറക്കാതെ നമ്മൾക്കത് പാടാൻ പറ്റുന്നുണ്ടോ? ഇന്നത്തെ കൊച്ചു തലമുറ ആ പാട്ട് മറന്നുപോയോ എന്ന് ഞാൻ വല്ലാതെ സന്ദേഹിക്കുന്നുണ്ട്. കൊടുങ്കാറ്റുണ്ടി വനദേശത്തൻ ോട് ഞാൻ വരുന്നേ
കേൾക്കണേ.